السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله سيدنا ومولانا محمد. വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ് അഥവാ ശഅബാൻ പകുതിയുടെ രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വകാര്യങ്ങളും കണക്കാക്കുന്ന ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു രാവായിട്ടാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഈ രാവിനെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പണ്ടേ കണക്കാക്കി വെച്ച കാര്യങ്ങൾ അവൻ്റെ മലക്കുകളിലേക്ക് അവ നടപ്പാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രാവ്. ഈ ബറാഅത്ത് രാവിൽ അള്ളാഹുവിലേക്ക് ധാരാളമായി സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകളെ കൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടുന്ന ഒരു രാത്രിയാണ് ബറാഅത്തിൻ്റെ രാത്രി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഈ മഹത്തായ രാവിനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത്, വർഷത്തിൽ 5 രാത്രികളിൽ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഅത്തിൻ്റെ രാത്രി അഥവാ ശഅബാൻ പകുതിയുടെ രാവ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അത്രക്കും വലിയ പ്രാധാന്യമുള്ള, വളരെയധികം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താകുന്ന രാത്രിയാണ് മഹത്തായ ബറാഅത്തിൻ്റെ രാത്രി. ഇത് നാം പരമാവധി ഇബാദത്തുകളെ കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ കൊണ്ട് തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളം പ്രാർത്ഥനകളെ കൊണ്ടൊക്കെ അടുക്കേണ്ടുന്ന ഒരു രാത്രിയാണ് മഹത്തായ രാത്രി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും അവിടുന്ന് അത് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹദിയവർ പറയുന്നുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ കഴിയേണ്ടുന്ന രാത്രിയിൽ അവിടുന്ന് രാത്രിയിൽ എഴുന്നേറ്റ് പോയി എവിടേക്കാണ് പോയതെന്നറിയാൻ വേണ്ടി ഞാനും റസൂലുള്ളാഹി തങ്ങളുടെ പിന്നിലെ പോയി. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ അവസാനം റസൂലുള്ളാഹി തങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത് ജന്നത്തുൽ ബഖീഇൽ ആകാശത്തേക്ക് അവിടുത്തെ തല ഉയർത്തിക്കൊണ്ട് ദീർഘസമയം പ്രാർത്ഥിക്കുന്നൊരവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നെ കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഓ ആയിഷ, അള്ളാഹും അവൻ്റെ റസൂലും നിന്നോട് അനീതി കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ, നബിയെ, അന്നക അത്തൈത ബഅദ നിസായിക, അങ്ങ് മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ ആയിഷ, ഇന്നല്ലാഹ അസ്സ വജല്ല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ബറാഅത്തിൻ്റെ രാത്രിയിൽ, ശഅബാൻ പകുതിയുടെ രാത്രിയിൽ അവൻ്റെ പ്രത്യേക റഹ്മത്ത്, പ്രത്യേക കാരുണ്യം അവനൊന്നാൻ ആകാശത്തേക്ക് ഇറക്കുകയും ഫയഗ്ഫിർ ലി അക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആ കൽബ് ഗോത്രക്കാരുടെ ആടുകൾക്ക് ധാരാളം രോമങ്ങളുള്ള ഒരു ആടുവർഗമായിരുന്നു. അവർ പ്രത്യേക പ്രധാനപ്പെട്ട കൃഷി ആടായിരുന്നു. ആ ആടുകൾക്കുള്ള രോമത്തേക്കാൾ കൂടുതൽ അല്ലാഹു തആല അവൻ്റെ അടിമകളാകുന്ന ആളുകൾക്ക് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇന്നത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് അവന് പ്രത്യേക റഹ്മത്ത് ഇറക്കിയിട്ട് അവൻ പറയുമത്രേ, അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, ആരുണ്ട് എന്നോട് പാപമോചനം തേടുന്നവൻ ഞാൻ അവന് പുറത്തു കൊടുക്കും. അലാ മുസ്തർസിഖിൻ ഫഅർസിഖ്ഹു, ആരുണ്ട് എന്നോട് അവൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിൻ്റെ മറ്റു ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവരുടെ രോഗശമനത്തിന് വേണ്ടി, അതോ കടം വീടിക്കിട്ടാൻ വേണ്ടി, മക്കളുണ്ടാവാൻ വേണ്ടി, ഇങ്ങനെ ഒരു മനുഷ്യൻ അവൻ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ അവൻ ആവശ്യമായതുണ്ടോ അതെല്ലാം ആരുണ്ട് എന്നോട് ചോദിക്കുന്നവൻ ഞാൻ അവനവൻ നൽകാൻ തയ്യാറാണ്. അലാ മുബ്തലാ ഫഅഫീഹി, അത്തരം ആളുകൾ ആ വിഷമത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്നോട് ചോദിക്കുന്നവനാരുണ്ടോ അവൻ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. അങ്ങനെ അലാ കഥ ഹത്താ ഇത്ലഅൽ ഫജ്ർ, പ്രഭാതം വരുന്നത് വരെ, സുബ്ഹി വരെ ഈ ഓരോ ആവശ്യങ്ങൾ അല്ലാഹു തആല നമ്മോട് തേടാൻ വേണ്ടി, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ രാത്രി, ആ രാത്രി നാം പ്രധാനമായി നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, വിഷമങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, ഈമാൻ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന രാത്രിയാണ്. ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.